അക്ഷരങ്ങളോടും വായനയോടുമുള്ള പഴയകാലത്തിന്റെ ആവേശത്തിന്റെയും സമർപ്പണ മനോഭാവത്തിന്റെയും പ്രതീകമാണ് വഞ്ചിയൂരിലെ ശ്രീചിത്രതിരുനാൾ ഗ്രന്ഥശാല. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഭൂപടത്തിൽ വലിപ്പം കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന വഞ്ചിയൂരിന്റെ ഈ ഗ്രന്ഥാലയം ശതാബ്ദി കൊണ്ടാടുകയാണ്. ഭാനുവിക്രമൻ നായർ 25 പുസ്തകമായിട്ട് പാർക്കുളങ്ങര തുണ്ടുവിളാകത്ത് വീട്ടിൽ അച്ഛൻ താമസിച്ച വീട്ടിലാണ് ആദ്യം ഈ വായനശാല തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥകാരന്മാരുടെ വീട്ടിലേക്ക് അച്ഛൻ യാത്ര തുടങ്ങി. അവരുടെ കളക്ഷനാണ് ഒരു 500 പുസ്തകമാക്കി കൈതമുക്കിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ വായനശാല അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയത്. ഈ കെട്ടിടത്തിൻ്റെ പഴയ കെട്ടിടം, അതായത് ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് പിന്നെ ഉണ്ടായത്. അത് തുടങ്ങി 3 കൊല്ലം കൊണ്ട് അച്ഛനത് പൂർത്തിയാക്കി. അന്ന് ഇത് തറക്കല്ലിട്ടിട്ട് താടി വളർത്താൻ തുടങ്ങി. 3 കൊല്ലം താടി വളർത്തി. ഇതിൻ്റെ ഇത് പൂർത്തിയായ അന്ന് താടിയെടുത്തു. ഒരു വ്യക്തിയുടെ കൈകളിൽ പിറന്ന് നാട്ടുകൂട്ടായ്മയിൽ വളർന്ന ഗ്രന്ഥശാലകളുടെ ഗണത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയത്. അതാണ് ഇന്ന് കാണുന്ന ശ്രീ ചിത്തിരതിരുനാൾ ഗ്രന്ഥശാല. അനന്തപുരിയിലെ പ്രശസ്തമായ അമേച്വർ നാടക പ്രസ്ഥാനം ചിറകടിച്ചു പറന്നതും ഈ കിളിവാതിലിലൂടെയാണ്. നാടകത്തിലും സിനിമയിലും പ്രശസ്തരായവരുടെ ചൊല്ലിയാട്ട കളരി കൂടിയാണ് അന്നും ഇന്നും ശ്രീ ചിത്തിരതിരുനാൾ ഗ്രന്ഥശാല. ഗ്രന്ഥശാലയുടെ വാർഷിക നാടകങ്ങളിൽ അരങ്ങിലെ കുലപതികൾ തന്നെ അണിനിരന്നു. അതും പ്രതിഫലം വേണ്ടെന്ന് വെച്ചുകൊണ്ട് 95 വർഷമായി ഈ പതിവ് തുടരുകയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഈ അമേച്വർ നാടകവേദിയിൽ സ്ത്രീകളെ നാടകവേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ വായനശാലയാണ്. ജസ്റ്റിസ് അന്ന ചാണ്ടി, പ്രഗത്ഭയായ ജസ്റ്റിസ് എന്ന പേരെടുത്ത അന്ന ചാണ്ടി ആയിരുന്നു ആദ്യത്തെ നടി ഈ വായനശാല. മലയാളത്തിലെ തെക്കുള്ള അമേച്വർ നാടകവേദി നടി വായനശാലയാണ് അഭിനയിക്കുന്നത്. പിന്നെ പ്രഗത്ഭയായ ഓമന കുഞ്ഞമ്മായി അന്ന് തിക്കുറിശ്ശിയുടെ സഹോദരി, അന്ന് കൊച്ചായിരിക്കുന്ന ചെറുപ്പക്കാരിക്കുന്ന കാലത്ത്. പിന്നെ ആറന്മുള പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ, ആവേലിക്കര പൊന്നമ്മ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. ആണുങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ സി ഐ പരമേശ്വരൻ പിള്ള, ടി ആർ സുകുമാരൻ നായർ, പി കെ വിക്രമൻ നായർ, ഇങ്ങനെ ഒരു വലിയ നിര. സംവിധായക കാര്യത്തിലാണെങ്കിൽ പി കെ വിക്രമൻ നായർ, പി കെ വേണുഗോപാൽ നായർ തുടങ്ങി ഒരു വലിയ നിര. ഇങ്ങനെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ അന്നുണ്ടായിരുന്നതിന് ചിലരൊക്കെ എപ്പോഴും ബാക്കി അതിനകത്ത് നിൽക്കുന്നു. അന്ന് ചെറിയ വേഷങ്ങൾ അഭിനയിച്ച്, അന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ വേഷം അഭിനയിച്ചിരുന്ന എം ആർ ഗോപകുമാർ, ഡോക്ടർ അംബികാത്മജൻ നായർ, ലീലാ പണിക്കരൊക്കെ ഇപ്പോഴും ഈ നാടകത്തിൽ പങ്കെടുക്കുന്നു. ഈ വർഷത്തെ നാടകത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 100 വർഷം കഴിഞ്ഞ് പങ്കെടുക്കുന്നുണ്ട്. തിരുനാൾ ഗ്രന്ഥശാലയുടെ 100 വർഷത്തെ തിരട്ടുകളിൽ പേര് ചേർക്കാത്ത ചരിത്ര പുരുഷന്മാർ ചുരുക്കം. കയ്യിലുള്ള പുസ്തക ശേഖരത്തെ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഇതുവഴി കടന്നുപോയ വിശിഷ്ട വ്യക്തികളുടെ കാൽപ്പാടുകൾ. അതിന്റെ ചുവടുപിടിച്ച് 100ാം വാർഷികം കൊണ്ടാടുകയാണ് വഞ്ചിയൂരിന്റെ ഈ പുസ്തക ശ്രീലകം. നവമാധ്യമങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങളെ വലിച്ചെറിയുന്ന കാലത്തു നിന്നും പുസ്തകങ്ങൾക്ക് വേണ്ടി ദാഹിച്ചലഞ്ഞ കാലത്തേക്ക് തിരിച്ചു നടന്നുകൊണ്ട്